ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമയാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും പിന്നെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. ഇതൊന്ന് മൂത്തിട്ടൊക്കെ വരണം കേട്ടോ. നല്ലോണം ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് കൂടെ എടുക്കാം. ഇത് ഒരുപാട് നേരം നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതൊന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. സവാള ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതും ഒന്ന് വഴറ്റിയിട്ട് കൂടെ എടുക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് കൂടെ എടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബീൻസാണ്. ഞാനിവിടെ ഒരു 6 ബീൻസ് എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഒരു ബീൻസ് കൂടെ ചേർത്തിട്ട് ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ബീൻസ് എല്ലാം ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കോളിഫ്ലവർ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഈ ഒരു കുറുമ തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 പച്ചമുളകും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു കുറുമയിൽ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെ ഒക്കെ എരിവ് മാത്രമാണ് ഉണ്ടാവുക. ഇതിൽ മുളക് പൊടി ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കണില്ല. പിന്നെ അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാതെ തയ്യാറാക്കിയിട്ട് എടുക്കണ ഒരു വെജിറ്റബിൾ കുറുമ കൂടിയിട്ടാണ് ഇട്ടത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പോളം ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലെ മുഴുവനായിട്ട് കിട്ടുന്ന ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു പട്ടാണയൊക്കെ എടുത്തിട്ട് കഴുകിയതിന് ശേഷം ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഉണങ്ങിയിട്ടുള്ള ഡ്രൈ ആയിട്ട് കിട്ടുന്ന ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തിട്ട് വേവിച്ചതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് വെന്തിട്ടൊക്കെ വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് ഞാൻ 1/4 കപ്പോളം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ ജീരകമല്ല, അതാണ്. കൂടെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം പട്ടയും ഒരു ഗ്രാമ്പു കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കസ്കസാണ് ഇട്ട് കൊടുക്കുന്നത്. പോപ്പി സീഡ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചിട്ടെടുക്കാം. നല്ല നൈസായിട്ട് വേണം ഇത് നമ്മൾ അരച്ചിട്ടെടുക്കാനായിട്ട്. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ അതേ നല്ലോണം തന്നെ വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒക്കെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് പകുതിയോളം ഈ ഒരു തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ ഈ ഒരു കുറുമ നല്ലൊരു കൊഴുപ്പൊക്കെ ഉണ്ടാവട്ടെ, അങ്ങനെ കുറുകിയിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു കോളിഫ്ലവറും അത്യാവശ്യം നല്ലോണമൊക്കെ വെന്തിട്ടൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതേ മിക്സി ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു കുറുമ എത്രത്തോണ്ട് ലൂസാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തിളപ്പിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം നല്ലോണം ഒന്ന് ചൂടായിട്ട് ഒന്ന് പതഞ്ഞിട്ട് വന്നാൽ മാത്രം മതി. ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തിള വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പുതിനയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പുതിനയില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ശരിക്കും ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കണ വെജിറ്റബിൾ കുറുമ ഉണ്ടല്ലോ, അതേ ടേസ്റ്റിലുള്ള ഒരു കുറുമയാണ് കേട്ടോ നമുക്ക് കിട്ടുക. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു പുതിനയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. നമുക്ക് ഇത് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ലൂസിലാണ് ഈ ഒരു കുറുമ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോണ്ട് ലൂസാണോ വേണോ അതിനനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ലൂസാക്കിയിട്ട് എടുത്താൽ മതി.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്